നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ. സിനിമ പോലൊരു ലോകത്ത് 4 പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക, അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനിടയിൽ പലതരത്തിലുള്ള കിംവന്തികളും വിവാദങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. അതിനെല്ലാം നിറച്ചിരിയോടെ അർഹിക്കുന്ന പുച്ഛത്തോടെ വകഞ്ഞു മാറ്റിയാണ് മഞ്ജു വാര്യർ മുന്നോട്ടു പോകുന്നത്. മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത്. എല്ലാം ആരാധകർ ഇരും കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അഭിനയവും ഡാൻസും പാട്ടും ഒക്കെയായി സജീവമാണ് താരം. ചാനൽ പരിപാടികളിലും മഞ്ജു അതിഥിയായി എത്താറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ മഞ്ജു വിശേഷങ്ങൾ പങ്കിടാറുണ്ട്. ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു മഞ്ജു നടത്തിയത്. ഓഗസ്റ്റ് 23-ന് മഞ്ജു വാര്യരുടെ പുതിയ സിനിമ ഇറങ്ങുകയാണ്. ഫൂട്ടേജാണ് നടിയുടെ പുതിയ ചിത്രം. ഓഗസ്റ്റ് 23-നാണ് തിയേറ്ററുകളിൽ എത്തുക. എഡിറ്റർ സൈജു ശ്രീധർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ഫൂട്ടേജ്. വിശാഖ നായർ, ഗായത്രി അശോക് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു വാര്യർ മലയാളത്തിലേക്ക് വീണ്ടും എത്തുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ച് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല ഇതെന്നും 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ചിത്രമാണെന്നും പറയുകയാണ് മഞ്ജു. തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് താരം വീഡിയോ പങ്കുവച്ചത്. പൊതുവെ തന്റെ സിനിമകൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്നത് ഭൂരിഭാഗവും കുടുംബ പ്രേക്ഷകരാണെന്നും കുടുംബങ്ങളും ഗ്രാൻഡ് പാരന്റ്സും എല്ലാവരും അടങ്ങുന്ന കുടുംബം ഒന്നടങ്കമാണ് തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണുന്നത്. എന്നാൽ ഈ സിനിമയ്ക്ക് അതിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ടെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. ഈ സിനിമ 18+ പ്രേക്ഷകരെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണെന്നും ഈ ഒരു വിവരം മനസ്സിൽ വെച്ചിട്ട് ഉത്തരവാദിത്വത്തോടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക എന്നും മഞ്ജു പറഞ്ഞു. ഫൂട്ടേജ് 18+ ആണേ, ശ്രദ്ധിക്കണേ അമ്പാനെ എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത്. ഇക്കാര്യം പറയാൻ കാണിച്ച മഞ്ജുവിന് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ. എന്നാൽ ഇത് വേണമായിരുന്നു എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഉള്ളതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതിന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഇത്തരത്തിൽ ഒരു കാര്യം അറിയിച്ചതിനും സമൂഹത്തിന് അവബോധം കൊടുത്തതിനും നന്ദി. ഒരു നടനായാലും നടിയായാലും അഭിനയിക്കണം. അതിനാൽ അവരിൽ നിന്ന് എല്ലാത്തരം വേഷങ്ങളും നമ്മൾ സ്വീകരിക്കണം. ഇത്തരം വ്യക്തതകൾ അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ചില സങ്കുചിത ചിന്താഗതിക്കാർക്ക് ഇത് ആവശ്യമാണ്. നിങ്ങളോട് എപ്പോഴും ബഹുമാനമുണ്ട് എന്നാണ് ചില കമന്റുകൾക്ക് ഉത്തരവാദിത്വത്തോട് ഇക്കാര്യം പറഞ്ഞ ചേച്ചിയോട് ബഹുമാനം. താൻ എന്താണ് മറ്റുള്ളവർക്ക് എന്ന് മനസ്സിൽ ആക്കുക. മറ്റുള്ളവർ തന്നെ എങ്ങനെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു, അവരോട് കമ്മിറ്റ്മെന്റ് ആകുക എന്നത് എല്ലാവർക്കും കഴിയുന്ന ഒന്നല്ല എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ.